എസ്റ്റേറ്റ് നമുക്ക് ഒമേഗ യൂസർ ബൈക്ക് ഉണ്ടോ ഞാൻ ഉള്ളത്? എങ്ങനെയാണ് ഇപ്രാവശ്യം പുതിയ കുറെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഓഫർ ഉണ്ടോ? ഓഫർ മാക്സിമം റേറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഓണം ഓഫർ ആയിട്ട് മെഗാ ഓഫറിൽ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയില് മാക്സിമം എങ്ങനെ സ്റ്റാർട്ടിംഗ് എത്ര വരുന്നുണ്ട്? ഒരു 16,000 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത്. 16,000 വണ്ടി ഇപ്പൊ നിലവിലുണ്ട്. കുറെ ഇയർലെസ് വണ്ടികളൊക്കെ ഉണ്ട് അല്ലേ? കുറെ സ്റ്റോക്ക് പുതിയ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയി നോക്കണം കാര്യങ്ങളൊക്കെ. ഡോമിനോർ എങ്ങനെയാണ്? ഡോമിനോർ 2021 മോഡൽ വരുന്ന ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. 250 cc വരുന്ന മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആർച്ച് ഓണർ വണ്ടി. സിംഗിൾ ആർച്ച് ആണ്. 250 അല്ലേ? 250 വരുന്ന ഒരു 40,000 കിലോമീറ്ററിനുള്ളിൽ ഓടിയിട്ടുള്ള വണ്ടി. ടയർ ബോഡി കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് വണ്ടി. കണ്ടീഷൻ വണ്ടിയാണ്. അതെ. എങ്ങനെ നമ്മൾ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ഒരു 1,40,000 റേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 1,40,000 അല്ലേ? പിന്നെ ലോൺ വേണമെങ്കിൽ ഒരു ഫസ്റ്റ് പേയ്മെന്റ് ഒരു 40,000 ഫസ്റ്റ് പേയ്മെന്റ് അടിച്ചാൽ ബാക്കി 1,00,000 വരെ ലോൺ ചെയ്ത് കൊടുക്കും. അപ്പൊ 40,000 വേണ്ട നമുക്ക് വണ്ടി വന്ന് കൊണ്ടുപോവാം. അതെ, കൊടുക്കൂലേ? മാക്സിമം റേറ്റിൽ ചെയ്ത് കൊടുക്കാം. ഇനി പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം റേറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി ആവുന്നല്ലേ? ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുള്ള് കമ്പനി ഇറക്കിയപ്പോൾ അതേ സാധനം. അടുത്തത് പൾസർ 150 2014 മോഡൽ വരുന്നത്. 2014 മോഡലല്ലേ? അതെ, 14 പക്ഷെ 17-18 വൃത്തിന്റെ വണ്ടി. ഫുൾ ക്ലീൻ വണ്ടിയാണ്. കണ്ടിട്ട് അത്യാവശ്യം നല്ല നീറ്റിന്റെ വണ്ടി. 2014 നല്ല മാക്സിമം വൃത്തിയിലുള്ള വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. സിംഗിൾ ആർച്ച് ഓണർ വണ്ടിയാണ്. റേറ്റ് വരുന്നത്? റേറ്റ് നമുക്ക് മാക്സിമം 33,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 33,000 കേട്ടോ. അടുത്ത പൾസർ. അടുത്തത് എഫ്സെറ്റ് 2012 മോഡൽ വണ്ടി. 2012 എഫ്സെറ്റ് അല്ലേ? എഫ്സെറ്റ് ബ്ലാക്കില്. എഫ്സെറ്റ് ആണ്. എഫ്സെറ്റ് എസ് അല്ല. മാർക്കറ്റിലുള്ള എഫ്സെറ്റ് ബ്ലാക്ക് കളറിൽ തന്നെ വരുന്ന മോഡൽ. ഇത് സിംഗിൾ ആർസി ആണോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പക്ഷെങ്കിൽ ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. ബോഡിയും കാര്യമൊക്കെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി ബോഡി തന്നെയാണ്. ഇറക്കിയപ്പോഴുള്ള ബോഡിയും കാര്യങ്ങളും ചേഞ്ചും കാര്യം ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എന്തായാലും ഒരു 40,000 മുകളിൽ കോടി ഉണ്ടാവും. ഇതിന്റെ നമ്മൾ ജനുവൻ പറയാൻ പറ്റൂല. 2012 മോഡലാണ്. ഇത് റേറ്റ് 25,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 25,000 എഫ്സെറ്റ് ബ്ലാക്കില്. അടുത്തത് 2016 മോഡലില് ഗ്ലാമർ. 2016 മോഡൽ അല്ലേ? ഇത് സിംഗിൾ ആർച്ച് ഓണർ വണ്ടിയാണ്. സിംഗിൾ ആർച്ച് ഓണർ. കണ്ടീഷൻ വണ്ടിയാണ്. കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് ചെക്ക് ചെയ്ത് കണ്ടീഷൻ ആക്കി വെച്ചതാണ്. എങ്ങനെയാണ് ഇത് നമ്മളെ വീഡിയോ കണ്ടുവരികയാണെങ്കിൽ 38,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 38,000 കേട്ടോ. 2016 മോഡൽ ഗ്ലാമർ. 16 മോഡൽ. അടുത്തത് 2014 മോഡൽ വരുന്ന ഗ്ലാമർ. 2014 ഗ്ലാമർ. അതെ. എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. പക്ഷേങ്കില് കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഉണ്ട്. കിലോമീറ്റർ ഒരു 50,000 ഉള്ളിൽ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതെ. പക്ഷെ വണ്ടി നീറ്റാണോ? കണ്ടീഷൻ കണ്ടീഷൻ വണ്ടിയാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് നമ്മളെ വീഡിയോ കണ്ടുവരാണെങ്കിൽ മാക്സിമം 28,000 പ്രൈസ് ചെയ്ത് കൊടുക്കും. 28,000 ഗ്ലാമർ. 14 ഡിസ്ക് ബ്രേക്ക് വരുന്ന ഗ്ലാമർ. അടുത്തത് ഡ്രീം യുഗ ഹോണ്ടന്റെ വണ്ടി. 2015 മോഡൽ. ഹോണ്ട ഡ്രീം. ഷൈന്റെ കയ്യിൽ കൊടുല്ലേ? അതെ, ഷൈന്റെ നേരെ ചെറിയ വണ്ടി ആയിട്ട്. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ആർച്ച് ഓണർ വണ്ടിയാണ്. ഒരു പ്രായമുള്ള ഒരാൾ എന്നെ കൊണ്ടുവരുന്നതാണ്. മെയിൻ്റെനൻസും കാര്യങ്ങളും ഇപ്പൊ നിലവിലില്ല. കിലോമീറ്റർ ഓടിയത് വെച്ചാല് 60,000 കിലോമീറ്റർ ഓടിയത്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഒരാൾ എന്നെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. അത് ഒരു പ്രായമുള്ള ഒരാളോട് നമ്മൾ എടുത്ത വണ്ടി. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 30,000 പ്രൈസ് വരും. 30,000 അല്ലേ? 30,000 കേട്ടോ. ഡ്രീം. ഇതിന് മൈലേജ് എങ്ങനെ ഉണ്ടാവും? മൈലേജ് ഒരു 60 കിലോമീറ്റർ. 60 കിലോമീറ്റർ മൈലേജ് വണ്ടിയാണ്. അടുത്തത് യൂണിക്കോൺ ഇന്ന് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്ന വണ്ടിയാണിത്. ഇത് വണ്ടി 2017 മോഡൽ യൂണിക്കോൺ. 2017 അതെ. നല്ല വൃത്തിയുള്ള ക്ലീൻ വണ്ടിയാണ്. സിംഗിൾ ആർച്ച് ഓണർ വണ്ടിയാണിത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ബ്ലാക്ക് കളറിൽ മാർക്കറ്റിലുള്ള കളറിൽ വരുന്ന 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ ഏകദേശം എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത് വെച്ചാൽ 22,000 കിലോമീറ്റർ ആണ്. 22,000. വണ്ടി വൃത്തിയുണ്ട്. വൃത്തിയുള്ള ഓട്ടം തന്നെ ആവാൻ ചാൻസ്. വലിയ പണിയൊന്നുമില്ലല്ലോ? പണിയും കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കാനൊക്കെ കണ്ടീഷനാണ്. എഞ്ചിൻ ഭാഗം പണികളും കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള
ബോഡി ഒക്കെ കുഴപ്പമില്ല. എങ്ങനെ റേറ്റ് വരുന്നത്? റേറ്റും കുറച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം. 50,000 പ്രൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളെ വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ 50,000 പ്രൈസ് നമ്മൾ ചെയ്ത് കൊടുക്കും. 50,000 രൂപ കേട്ടോ. മോഡൽ ഏതായാലും പറഞ്ഞു 2017 മോഡൽ. 2017 മോഡൽ യൂണിക്കോൺ കേട്ടോ. അടുത്തത് ഡിസ്കവർ. അടുത്തത് ഡിസ്കവർ 2019 മോഡൽ വരുന്നത്. 2019 ഡിസ്കവർ അല്ലേ? ഡിസ്കവർ 125cc വരുന്നത്, അലോവില് ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന മോഡൽ. 19 ആണ്, നല്ല നീറ്റ് ഡിജിറ്റൽ മീറ്റർ വരുന്ന മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 30,000 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. 30,000 ഉള്ളിൽ വണ്ടി ഓടിയുള്ളൂ. ഇത് നമുക്ക് വീഡിയോ കണ്ടു വരികയാണെങ്കിൽ 36,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 36,000 രൂപ അല്ലേ? 2019 മോഡൽ വണ്ടി. 19 വണ്ടി 36,000 രൂപ അല്ലേ? എല്ലാം നമ്മൾ ഇപ്രാവശ്യം മാക്സിമം റേറ്റ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണല്ലോ അല്ലേ? നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 70 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഉണ്ടാവും. CT100 ആണ് 2021 മോഡൽ വണ്ടി. പുതിയ മോഡൽ CT100. അതെ, സിംഗിൾ ഓണർ വണ്ടി. ഇത് സിംഗിൾ ആർച്ച് ഓണർ വണ്ടി. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 46,000 കിലോമീറ്റർ ഓടി. 46,000 കിലോമീറ്റർ. ഇതൊക്കെ അത്യാവശ്യം നല്ല ഹോട്ടലുകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 80 കിലോമീറ്റർ മൈലേജ് വരുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വീഡിയോ കണ്ടു വരികയാണെങ്കിൽ 48,000 പ്രൈസ് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. 48,000 രൂപ കിട്ടോ. ഡിസ്കവറിലെ CT100. അടുത്തത് വിഗോ TVS-ന്റെ വണ്ടിയാണ്. ഇത് 2018 മോഡൽ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ആർച്ച് ഓണർ വണ്ടി. ഫുള്ള് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് പിന്നെ സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന മോഡലാണ്. 110 cc വരുന്നതാണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 30,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 30,000 രൂപ കേട്ടോ. 2018. അടുത്തത് TVS-ന്റെ തന്നെ സ്കൂട്ടി പെപ്പ്. ലേഡീസിനൊക്കെ പറ്റിയ ലേഡീസിന്റെ വണ്ടി 3 അധികം ലേഡീസ് കൊണ്ടെടുക്കുന്നതാണ്. സിംഗിൾ ഓണർ ആണോ വണ്ടി? ഇത് സിംഗിൾ ആർച്ച് ഓണർ വണ്ടി. 2018 തന്നെ മോഡൽ വരുന്നത്. ഇത് സെയിം റേറ്റ് ചെയ്ത് കൊടുക്കാം. 30,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 30,000 രൂപ കേട്ടോ. 2018 മോഡൽ. ഇത് സിംഗിൾ ആർച്ച് ഓണർ വണ്ടിയാണ്. വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഒരാളെന്നെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ലേഡി തന്നെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി അത് പ്ലഷർ. ഇത് റേറ്റ് കുറവുള്ള വണ്ടിയാണ്. ഇത് 2011 മോഡലാണ്. 2011 മോഡൽ അല്ലേ? അതെ. ഈ 11 റിന്യൂവല് ഇപ്പൊ അടുത്താണ്. പക്ഷെങ്കിൽ ഇതിന് വേറെ പണികളും കാര്യങ്ങളൊന്നും കയറ്റാനൊന്നുമില്ല. റിന്യൂവൽ എടുക്കണമെങ്കിൽ തന്നെ ഈ പേപ്പർ വർക്ക് മാത്രം നോക്കിയാൽ മതി. ബോഡിയും കാര്യങ്ങളൊക്കെ വൃത്തിയുള്ളതാണ്. എല്ലാ വർക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതാണ് നമുക്ക് 16,000 പ്രൈസിൽ ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. 16,000 രൂപ അല്ലേ? 2011 മോഡലാണ്. നമ്മൾ ഓട്ടി പഠിക്കാനൊക്കെ ഉള്ള ടീമൊക്കെ ആണെങ്കിൽ 16,000 രൂപക്ക് വണ്ടി. അടുത്തത് ആക്റ്റീവ. 2014 വരുന്നത്. 2014 ആക്റ്റീവ അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. നീറ്റ് കണ്ടിട്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല അല്ലേ? ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഞ്ചിൻ എന്താ അവസ്ഥ? എഞ്ചിൻ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും മാക്സിമം ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ആക്കിയിട്ടാണ് കയറ്റി വെക്കുന്നത്. പിന്നെ വണ്ടി എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ വർക്ക്ഷോപ്പുകാരെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നതിന് 68,000 ഇതിൽ 68,000 ഓടി കാണിക്കുന്നത്. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 30,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 30,000 കിട്ടും. ആക്റ്റീവ 2014 ആക്റ്റീവ. അടുത്ത ആക്റ്റീവോ? ഇത് 2015 വരുന്ന ആക്റ്റീവ. 2015 ആക്റ്റീവ. ഇത് രണ്ട് വണ്ടി 2015 മോഡല്. ബ്ലാക്കിലുണ്ട്, വൈറ്റിലുണ്ട്. രണ്ടും ആകുമ്പോൾ 35 പ്രൈസ് ചെയ്ത് കൊടുക്കാം. രണ്ടും 3G വരുന്ന മോഡല്. 35,000 അതെ. മോഡൽ കിലോമീറ്റർ ഒന്നോടിയോ 32,000 ഓടിയോ, ഒന്ന് 16,000 കിലോമീറ്റർ കാണിക്കും. 16,000 കിലോമീറ്റർ ഓടിക്കും അല്ലേ? അടുത്ത ആക്റ്റീവ. അടുത്തത് 2016 വരുന്ന ആക്റ്റീവ. ആക്റ്റീവ 4G വരുന്ന മോഡല്. 16 മോഡല്. കിലോമീറ്റർ ഓടിയത് 40,000 കിലോമീറ്റർ ഓടിയത്. സിംഗിൾ ഓണർ വണ്ടി? സിംഗിൾ ഓണർ ഉണ്ട്. റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 40,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 40,000 രൂപ. അപ്പൊ അടുത്ത 40,000 രൂപക്ക്. അടുത്തതോ? അടുത്തത് ജൂപ്പിറ്ററിൽ 2018 വരുന്നത്. 2018 ജൂപ്പിറ്റർ. അതെ. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ആർച്ച് ഓണർ ഉണ്ട്. എങ്ങനെയാ പ്രൈസ്? ഇത് പ്രൈസ് നമുക്ക് ഒരു 49,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 49,000. ഒരു 10,000 കൊണ്ട് ഇറക്കാൻ പറ്റും വണ്ടി? ഒരു 10,000 12,000 ക്യാഷ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? ഡൗൺ പേയ്മെന്റ് ചെയ്ത് ബാക്കി വെക്കാം. അടുത്തോ? അടുത്തത് 2020 മോഡൽ ജൂപ്പിറ്റർ. 2020 ജൂപ്പിറ്റർ അല്ലേ? ഇത് ഗ്രാൻഡ് എഡിഷനിൽ വരുന്ന മോഡലാണ്. ഇത് അലോയില് ഡിസ്ക് ബ്രേക്ക്, ഡിജിറ്റൽ മീറ്റർ, പിന്നെ LED ലൈറ്റ് വരുന്ന സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന മോഡൽ. നീറ്റ് വണ്ടി. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 60,000 പ്രൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2020 മോഡൽ BS6 വരുന്ന വണ്ടിയാണ്.
അടുത്തതോ? അടുത്തത് രണ്ടും 2021 മോഡൽ വരുന്നത്. 2021 വരുന്ന 2 ജൂപ്പിറ്റർ. അതെ, രണ്ടും ഒരേ കളറാണ്. വൃത്തിന്റെ കാര്യത്തിൽ രണ്ടും സെയിം തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെ ഉണ്ട്. അതെ. കിലോമീറ്റർ 30,000 ഓടിയോ, ഒന്ന് 24,000 ഓടിയോ. അങ്ങനെ റേറ്റ് വരുന്നത്? റേറ്റ് 70,000 പ്രൈസ് ചെയ്തത്. 70,000 രൂപ 2 വണ്ടികളാണ്. 2021 മോഡൽ. നല്ല നീറ്റ് വണ്ടികളാണ് കേട്ടോ, രണ്ട് വൃത്തിയുള്ള LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതും BS6 വരുന്ന മോഡലായിട്ടാണ് 2021. അടുത്ത 2022 വരുന്ന മോഡൽ. 2022 മോഡൽ TS ജൂപ്പിറ്റർ. അതെ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ആർച്ച് ഓണർ വണ്ടിയാണ്. ഇത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല, ഫ്രഷ് വണ്ടി കമ്പനിയിൽ നിന്ന് എടുക്കുന്ന കണ്ടീഷൻ ഉണ്ട്. പിന്നെ ഫുള്ള് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. 12,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 76,000 പ്രൈസ് ചെയ്തോളൂ. 76,000 രൂപ അല്ലേ. അടുത്ത വണ്ടി ആക്സസ്. അത് ആക്സസ് 2015 മോഡൽ. 2015 ആക്സസ് അല്ലേ? അതെ, സിംഗിൾ ഓണർ വണ്ടി. ഇത് സിംഗിൾ ആർച്ച് ഓണർ വണ്ടി. കിലോമീറ്റർ ഓടിയത് 50,000 കിലോമീറ്റർ ഓടി. ജെന്യൂൻ ആയിരിക്കും അല്ലേ? സിംഗിൾ ഓണർ ഏകദേശം ജെന്യൂൻ കിലോമീറ്റർ. മാറ്റമൊന്നും ഉണ്ടാവില്ലായിരിക്കും, വലിയ മാറ്റങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നല്ലോ അല്ലേ? നമ്മള് കസ്റ്റമറോട് വാങ്ങുന്നത് വെച്ചാല് ഈ കിലോമീറ്റർ കണ്ടിട്ടാണ് വണ്ടി എടുക്കുന്നത്. പിന്നെ കിലോമീറ്റർ നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കാറില്ല. നമ്മൾ വണ്ടിന്റെ കണ്ടീഷനാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ ജെനുവിൻ ആണ്, അതാ ഞാൻ പറയുന്നത്, ഉറപ്പ് പറയുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ചിലപ്പോ കേബിൾ കട്ടായിട്ടൊക്കെ ചിലപ്പോ ആൾക്കാർ ഉപയോഗിക്കാൻ ചാൻസ്. ഇത് നമുക്ക് 28,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 28,000 കേട്ടോ. അടുത്തതോ? അത് 2014 മോഡൽ വരുന്ന ആക്സസ്. 2014 ആക്സസ്. നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ബോഡിയും കാര്യങ്ങളൊക്കെ വൃത്തിയുള്ളതാണ്. വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇത് സിംഗിൾ ആർച്ച് ഓണർ വണ്ടി. എങ്ങനെയാ ഇത് നമുക്ക് ഫൈനൽ 23,000 പ്രൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 23,000 കേട്ടോ ആക്സസ്. 2014 മോഡല്. മറ്റേ 15 ആണ്, ഇത് 14 ആണ്. അടുത്ത വണ്ടി അടുത്തത് ആക്റ്റീവ തന്നെ വരുന്ന 2013 മോഡല്. 2013 ആക്റ്റീവ. സിംഗിൾ ഓണറാ? ഇത് സിംഗിൾ ആർച്ച് ഓണർ ഉണ്ട്. കിലോമീറ്റർ ഓടി ഉണ്ടാവും അല്ലേ? കിലോമീറ്റർ 39,000. 39,000 ഇതിൽ കാണിക്കുന്ന കിലോമീറ്റർ 39,000 കിലോമീറ്റർ. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 27,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 27,000 രൂപ അല്ലേ? അപ്പൊ 27,000 രൂപ ആക്റ്റീവ. 2013 മോഡലാണ്. 13 മോഡലാണ്. അടുത്തത് 2012 മോഡല്. 2012 മോഡല്. ഇത് ഒന്ന് സിംഗിൾ ഓണർ, ഒന്ന് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എഞ്ചിനൊക്കെ എന്താ അവസ്ഥ? പൊല്യൂഷന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടേ? പൊല്യൂഷൻ നമുക്ക് ഇല്ലെങ്കിൽ പുതിയത് എടുത്തു കൊടുക്കും. നമ്മൾ ഇവിടെ തന്നെ എടുത്തു കൊടുക്കും. പൊല്യൂഷന്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഇൻഷുറൻസിന്റെ നമ്മൾ ഇല്ലാത്ത ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. പിന്നെന്ന് വെച്ചാൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. ചെക്ക് ചെയ്ത് വർക്ക്ഷോപ്പുകാരെ കൊണ്ട് ചെക്ക് ചെയ്ത് ഫുൾ കണ്ടീഷൻ ആക്കിയിട്ട് അവിടെ വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വർക്ക്ഷോപ്പുകാരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, അത് ഓപ്ഷൻ ഉണ്ട്. അതുമല്ല, ഇനി വണ്ടി എടുത്ത് കൊണ്ടുപോയതിനു ശേഷം ഒരാഴ്ചന്റെ ഉള്ളിൽ വലിയ മേജർ ആയിട്ടുള്ള വലിയ കംപ്ലൈന്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വണ്ടി മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റും. അടുത്ത വണ്ടി ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞില്ല. ഇത് 26,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 2012 മോഡൽ. 2 വണ്ടി 26,000 രൂപ കേട്ടോ. അടുത്തത് ഏവിയേറ്റർ 2012 മോഡൽ. 2012 ഏവിയേറ്റർ. ഇത് അത്യാവശ്യം നീറ്റ് വണ്ടിയല്ലേ? വൃത്തിയുണ്ട്. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 26,000 കിലോമീറ്റർ കാണിക്കുന്നത്. ഇത് നമുക്ക് ഫൈനൽ 23,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 23,000 രൂപ അല്ലേ? 23,000 രൂപ ഒരു ഏവിയേറ്റർ. അടുത്തത് 2019 മോഡൽ വരുന്ന റേസറ്റ് ആർ. അലവില് ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന മോഡൽ. 19 മോഡൽ അല്ലേ? 19 മോഡൽ. സിംഗിൾ ആർച്ച് ഓണർ വണ്ടി. 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 43,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 43,000 രൂപ അല്ലേ? 2019 ആണ്. 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടി 20 രജിസ്ട്രേഷൻ ആണ്. 19 മോഡൽ. 43,000 പ്രൈസ് വരെ നമ്മൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ലോണിന്റെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലോൺ വെച്ചാൽ പ്രൂഫായിട്ട് വേണ്ടിയത് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക്, ഒരു കോപ്പി ഫോട്ടോ, ഈ 4 സാധനം വേണ്ടത്. ഒരു ദിവസം കൊണ്ട് വണ്ടി 1 മണിക്കൂർ കൊണ്ട് വണ്ടി ഡെലിവറി പറ്റും. സിവിൽ സ്കോർ ഒരു 700 മുകളിലുള്ള ആൾക്ക് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കുന്നത്. സിവിൽ കുറവുള്ളവർക്ക് നമ്മൾ മാക്സിമം ആണെങ്കിൽ സേട്ടു ഫൈനാൻസ് അങ്ങനെയുള്ളവർക്ക് ആർക്ക് വേണമെങ്കിൽ വണ്ടി എടുക്കാം. ഈ പ്രൂഫ് കൊണ്ട് വന്നാൽ 21 വയസ്സിന്റെ മുകളിലോട്ടുള്ള ആര് വന്നാലും നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. മാക്സിമം കഴിയുന്നത്ര നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 15 രൂപ മാക്സിമം സ്റ്റാർട്ടിങ് വെച്ച് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ലൊക്കേഷൻ
ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ താമരശ്ശേരി ബാലുശ്ശേരിന്റെ സെന്റർ വരുന്ന സ്ഥലമാണ്. കറക്റ്റ് സെന്റർ സ്ഥലമാണ്. എസ്റ്റേറ്റ് മുക്ക് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അതന്നെ ജംഗ്ഷൻ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കറക്റ്റ് സെന്റർ വരുന്ന സ്ഥലമാണ്. ഇനി തലയാട് കക്കയ റോഡ് കയറുന്ന അറിയുന്ന ആൾക്കാരാണെങ്കിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിന്റെ ഫസ്റ്റ് ഷോപ്പാണ്. ഒമേഗ എന്നാണ് ഷോപ്പിന്റെ പേര്. ഇനി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മളെ നമ്പർ അതിൽ കൊടുക്കും. നമ്പറും മാപ്പ് ലിങ്കും ഒക്കെ ഞാൻ കൊടുക്കാം എന്തായാലും. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് വരികയാണെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സിനുള്ള ഓഫറാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. മാക്സിമം റേറ്റിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത കാണാം.